ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോ ആരാണെന്നുള്ള സത്യം എല്ലാം അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മിയുടെ നിർബന്ധപ്രകാരം കണ്ണനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും മാർക്കോനെ ജാമ്യത്തിലിറക്കണം, അതാണ് മഹാലക്ഷ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, ഞങ്ങൾക്കും മാർക്കോനെ വിട്ടയക്കുന്നതിൽ ഒരു വിരോധവുമില്ല, പക്ഷേ കംപ്ലൈൻറ്റ് തന്നവർ എനിക്കെതിരെ വേറെ കംപ്ലൈൻ്റ് എല്ലാം കൊടുക്കൂലേ, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണെന്ന് SI പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് വളരെ വിഷമമാവുന്നുണ്ട്. എങ്ങനെയും മാർക്കോനെ രക്ഷപ്പെടുത്താമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവൾ അവിടെ എത്തിയതും. പിന്നീടാണെങ്കിൽ മാർക്കോനെ പോയിട്ട് മഹാലക്ഷ്മിയും കണ്ണനും പോയി കാണുന്നുണ്ട്. മാർക്കോനെ കാണുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്നെയും എൻ്റെ കണ്ണേട്ടനെയും ഒരേപോലെ രക്ഷിച്ച ആളാണ് മാർക്കോ, താൻ പിന്നെ എന്തിനാ ഞങ്ങളെ മുന്നിൽ വരാതെ ഇത്രയും നാൾ ഒളിച്ചു നിന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റാനായിട്ട് ഞാൻ ആരുടെ പിന്നാലെ നടക്കാറൊന്നുമില്ല, ഞാൻ സത്യം മാത്രം ചെയ്യാറുള്ളൂ, മറ്റുള്ളവർക്ക് നന്മയുള്ളത് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നെല്ലാം മാർക്കോ അവരെ അറിയിക്കുന്നു. ഞാൻ പുറത്തുണ്ടെങ്കിൽ എന്തായാലും ഇനിയും ഇതുപോലെ തന്നെയായിരിക്കും ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നെല്ലാം മാർക്കോനോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് തന്നെ കണ്ണനോട് എല്ലാ കാര്യങ്ങളും മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും പെട്ടെന്ന് ജാമ്യം കിട്ടില്ലാത്ത കേസാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി ഇവിടെ വന്നല്ലോ, അതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് മാർക്കോ അവരെ അറിയിക്കുന്നുണ്ട് കേട്ടോ. മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും എനിക്കിനി പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോരാൻ പറ്റില്ല, ഇനി എൻ്റെ ജീവിതം ജയിലിൽ തന്നെ ആയിരിക്കും എന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നെക്കൊണ്ടാവുന്നത് പോലെ തന്നെ ഞാൻ പുറത്തിറക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ടെന്നെല്ലാം കണ്ണൻ പറഞ്ഞിട്ടാണ് അവിടുന്ന് മഹാലക്ഷ്മിയും കണ്ണനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ആരായിരിക്കും ഈ പാവം പിടിച്ച മാർക്കോനെ ഇങ്ങനെ ഇവിടെ ജയിലിനുള്ളിലാക്കിയതെന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ്റെ മുന്നിൽ 3 മുഖങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ഒന്ന് പ്രതാപൻ്റെയും അതേപോലെ വാമൻ്റെയും മേഘനാഥൻ്റെയും. ഇവരിൽ ആരെങ്കിലും തന്നെയായിരിക്കുമെന്ന് മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അനന്തുവായിട്ടൊന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ എന്ന് കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അനന്തുവിനോട് കണ്ണൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എന്ത് വില കൊടുത്തിട്ടായാലും വേണ്ടില്ല, നമുക്ക് മാർക്കോനെ രക്ഷിക്കണം, അവനെ എന്നെയും എൻ്റെ മഹാലക്ഷ്മിയെയും രക്ഷിച്ച ആളാണ്, അവനെ എന്തായാലും എനിക്കും രക്ഷിക്കാൻ പറ്റണമെന്നെല്ലാം കണ്ണൻ പറയുക ചെയ്യാണ്. അനന്തു പറയുന്നുണ്ട്, നീ എന്തായാലും വിഷമിക്കാതിരിക്കും, നമുക്ക് എന്തായാലും അവനെ ഇറക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയും, നോക്കിയാൽ മാത്രം പോരാ, ആ മാർക്കോനെ ഉറപ്പായിട്ടും പുറത്തിറക്കണമെന്ന് പറയുന്നുണ്ട്. അനന്തു പറയുന്നുണ്ട്, എനിക്കും ഒരുപാട് പേരെ അറിയാലോ, ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയും. എന്തായാലും കോടതിയിൽ ഈ കേസ് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് മാർക്കോനെ രക്ഷിക്കാനുള്ള മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കണം, അവിടെ കോടതിയിലെത്തിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നെല്ലാം പറയുന്നതുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ കഴിയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.